ഗൈസ്, മുംബൈ സിറ്റി എഫ് സി ഓൾറെഡി ജെറമി മൻസോറോ എന്ന് പറയുന്നൊരു താരത്തെ, ഒരു മിഡ്ഫീൽഡറെ എത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ ഇത് IFTWC ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. യോൺ ടാറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഡ്ഫീൽഡറുമായിട്ട് കൂടി ഒരു അഡ്വാൻസ്ഡ് ടോക്കിലാണ് ഉള്ളത് എന്നുള്ളതാണ്. ഈ ഒരു താരത്തിലേക്ക് വരുമ്പോൾ 29-കാരനായിട്ടുള്ള ഒരു സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. ആഴ്സണലിൻ്റെ ഒക്കെ ഒരു അക്കാഡമി പ്രൊഡക്റ്റ് ആയിട്ടുള്ളൊരു താരമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ ഒരു താരത്തിലേക്ക് വരുന്നൊരു സമയത്ത് ഇപ്പം ആഴ്സണലിൻ്റെ അക്കാഡമിയിലുണ്ടായിരുന്നു, ആഴ്സണലിൻ്റെ റിസർവ് സൈഡിലൊക്കെ കളിച്ച പ്ലെയറാണ്. പിന്നെ ഞാൻ നോക്കിയ സമയത്ത് ബാഴ്സയുടെ അണ്ടർ-19 കളിച്ചായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒടുവിൽ കളിച്ചിരുന്നത് ഗ്രീസിലാണ്. ഗ്രീസിലെ OFI എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പ് ഡിവിഷൻ ക്ലബ്ബിലാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് പുറമെ അദ്ദേഹം കളിച്ച ക്ലബ്ബുകൾ ബ്രെൻഫോർഡ്, ബിർമിംഗ്ഹാം, ഹൾ സിറ്റി പോലെയുള്ള ഇംഗ്ലീഷ് ക്ലബ്ബുകൾ കളിച്ചിട്ടുണ്ട്. അതുപോലെ റേഞ്ചേഴ്സ് എന്ന് പറയുന്ന സ്കോട്ട്ലൻഡിലെ ഒരു ഫേമസ് ക്ലബ്ബിലും അദ്ദേഹം കളിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2021 തൊട്ട് അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഗ്രീസിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ. അദ്ദേഹത്തിൻ്റെ കരിയറിൽ കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് ചാമ്പ്യൻഷിപ്പിലാണ്, ഇംഗ്ലീഷ് സെക്കൻഡ് ടയർ. അത് കഴിഞ്ഞാൽ കൂടുതലും കളിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഗ്രീസ് ലീഗിലും ഗ്രീസ് ക്ലബ്ബിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മറ്റ് ചില ലീഗുകളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇപ്പം സ്കോട്ട്ലൻഡിൽ ഒക്കെ അദ്ദേഹം ചാമ്പ്യൻഷിപ്പിൽ തന്നെ കളിച്ചിട്ടുണ്ട്. ലാ ലീഗയിൽ അദ്ദേഹം മത്സരങ്ങൾ കളിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നോക്കുമ്പം സ്റ്റാറ്റൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പിലൊക്കെ 130 മുകളിൽ മത്സരങ്ങൾ കളിച്ചതായിട്ടൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ ഒരു ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് പറയേണ്ടത്. കാരണം നമുക്കറിയാലോ ISL 6 വിദേശികളെയൊക്കെ സൈൻ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം. അപ്പോൾ ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയറെ കൊണ്ടുവരുന്ന ഉറപ്പായിട്ട് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. സോ അങ്ങനെ ഒരു അഡ്വാൻസ് സ്റ്റോക്കിലാണെങ്കിൽ എന്താണെന്നുള്ളത് നോക്കി കാണണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുംബൈ സിറ്റി FC എന്ന് പറയുന്നൊരു ക്ലബ്ബ് അവരിപ്പോൾ തിരിയും യോൽ വാനീഫിനെയും നിലനിർത്തി എന്നുള്ളതാണ് വാർത്തകൾ. ഇപ്പം തിരി സെൻറ്റർ ബാക്കാണ്, യോൽ വാനീഫ് ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡറുള്ള താരമാണ്. അപ്പോൾ മൻസോറോയുടെ വരുമ്പോഴും അദ്ദേഹം ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുള്ള താരമാണ്. ഈ താരത്തിലേക്ക് വരുമ്പോഴും അദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടുള്ള ഒരു പ്ലെയറാണ്. അതുപോലെ ഇക്കോ ഗൊറക്സേന ആൻഡ് തൈക്രോമ എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്ലെയേഴ്സ് അവരുടെ ഒരു ഡിപ്പാച്ചറുമായി ബന്ധപ്പെട്ട് ഇതുവരെ മുംബൈ സിറ്റി FC ഒന്നും അപ്ഡേറ്റ് ചെയ്തില്ല. സോ അവരൊരു പക്ഷേ തുടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ട്. സോ ഈ 2 താരങ്ങൾ, ഇപ്പോൾ ഗൊറക്സേന ഒരു സെൻട്രൽ ഫോർവേഡായിട്ട് കളിക്കുമെങ്കിലും ഒരു ലെഫ്റ്റ് വിങ്ങർ അല്ലെങ്കിൽ AM ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ്. അല്ലെങ്കിൽ തൈക്രോമ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ ഒരു CB ആണ്, DM ആയിട്ടും കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അപ്പം ഒരു പ്രോപ്പർ സെൻട്രൽ ഫോർവേഡ് ഇല്ലാതെയാണോ അടുത്ത ഒരു സീസൺ പ്ലാൻ ചെയ്യുന്നത് മുംബൈ സിറ്റി FC എന്നുള്ളത് നോക്കി കാണണം. അതായത് ഫോറിൻ സെൻട്രൽ ഫോർവേഡ് ഇല്ലാണ്ട്. സോ ഇപ്പം അപ്പുയ്യയുടെ കാര്യം നമുക്കറിയാമല്ലോ, അദ്ദേഹവും ക്ലബ്ബ് വിടാനായിട്ടൊക്കെ നിൽക്കുകയാണ്. മോഹൻ ബഗാനിലേക്ക് ഏറെക്കുറെ തീരുമാനമായി. അതൊരു ഫീ ഒക്കെ ഏതാണ്ട് 1.6 CR എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിലും ഒരു സാലറി ബേസിസിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു പക്ഷേ അത് റെക്കോർഡാകാനുള്ള സാധ്യതകളാണുള്ളത്. 5 വർഷത്തേക്ക് ഏതാണ്ട് 18 കോടിക്ക് മുകളിലൊക്കെ എന്നാണ് സാലറി പറയപ്പെടുന്നത്. എങ്കിലെങ്കിൽ 3 കോടിക്കൊക്കെ മുകളിൽ സാലറി ഒരു പെർ സീസൺ അപ്പോയേക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. 3 കോടിക്ക് 4 കോടിക്ക് ഇടയിലാണെന്നൊക്കെയാണ് പറയുന്നത്. അതൊരു റെക്കോർഡ് നമ്പർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അടുത്ത സീസണിലേക്ക് വരുമ്പം നമ്മൾ പറഞ്ഞിരുന്നു ജിക്സനെ നോക്കാനുള്ള സാധ്യത ഉണ്ടോ അങ്ങനെയൊക്കെ. അതല്ല എങ്കിൽ ഇനിയൊരു ഫോറിൻ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക. കാരണം ഈ സൈനിങ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അത് വേണം നോക്കാൻ. അങ്ങനെയെങ്കിൽ ക്രൂഷ്യൽ മറ്റ് പൊസിഷൻസിൽ, ഇപ്പം സെൻട്രൽ ഫോർവേഡോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡോ അങ്ങനത്തെ പൊസിഷൻസിലൊക്കെ മിക്കവാറും ഇന്ത്യൻ പ്ലേയേഴ്സിനെ കളിപ്പിക്കാനുള്ളൊരു സാഹചര്യവും കാണുന്നുണ്ട്. ഇപ്പം പീറ്റർ കാക്കി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇന്ത്യൻ പ്ലേയേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള താല്പര്യമുണ്ട്, കൂടുതൽ ഇന്ത്യൻ പ്ലേയേഴ്സിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള താല്പര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കി കാണേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം നിങ്ങളുടെ ഒപ്പം സ്വർഭാഗ്യം അബുസലം സനിയ.